ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് തിരക്കിലാണ് ഗൈസ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു ബിരിയാണി വെക്കൽ പരിപാടിയാണ്. ആദ്യം തന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. അടിപൊളി മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അപ്പോൾ ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊരിയുമ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. മസാലിൻ്റെ ടാസ്ക് എനിക്കാണ് കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്ന ടാസ്കും ഓർക്കുമാണ് കേട്ടോ. അപ്പോൾ മെല്ലെ ഒന്ന് ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ച് വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. അവിടുന്ന് അതാവട്ടെ. അപ്പോൾ ഇവർ നെയ്ച്ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ കൂടെ എൻ്റെ മസാല റെഡിയാക്കുന്നത് ഫസ്റ്റ് ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തു. ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കൊമിയാൻ വേണ്ടി വെക്കണം. ഉള്ളി കുറച്ച് കൊമിഞ്ഞതിന് ശേഷമേ അടുത്ത തക്കാളി ഇടാൻ പാടുള്ളൂ. ഉള്ളി വാടി വരുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ അരിയൊക്കെ ഇട്ട് കഴിച്ചിട്ട് നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി വരികയാണ്. നമ്മുടെ വട്ടച്ചെമ്പിൽ അരിയൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കൊമിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് കൊമിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വെച്ചത് നമുക്ക് നോക്കാം. ഒന്നും പറയാനില്ല ഗൈസ്. നമ്മുടെ ചിക്കൻ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ചിക്കനൊന്ന് തിരിച്ച് മറിച്ചിട്ട് നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഞാനൊന്ന് ചതച്ച് വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, അവിടെ ഒന്ന് ഇറക്കി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ കൊമിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ചോറൊക്കെ റെഡി ആയിട്ട് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലകളും ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ കണ്ണും മൂക്കും വായലുള്ളൊരു തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണിക്ക് പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല എന്തായി എന്ന് നോക്കാം. താങ്ക് യു സൂപ്പർ എന്നാണ് പറഞ്ഞത് എൻ്റെ മസാലയ്ക്ക്. പിന്നെ ഓർക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സിർക്കേനെ കൊണ്ടുള്ള ഒരു ഉള്ളിയും ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. അടിപൊളിയാണ്. കണ്ണൂർ ബിരിയാണി എന്നാണ് ഓർ പറയുന്നത്. ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചു ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ പുതിയ വീഡിയോയുമായി അടുത്ത് വരാം. ബൈ.